ഹോർമുസിലുള്ള പിടി ഇറാന് അയയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഹോർമുസ് ആണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ടതുമായ ഒരു കടലിടുക്കാണ്. അതിലെ അധീശത്വം സ്ഥാപിക്കാനാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും ഒക്കെ. പക്ഷേ ഇപ്പോൾ ആക്സിയോസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രതിദിനം 10 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഈ മേഖല വഴി, അതായത് ഹോർമുസ് വഴി പുറത്തേക്ക് കടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണ നിറയ്ക്കാനുള്ള കാലി ടാങ്കറുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. പ്രതിദിനം 15 മുതൽ 20 ടാങ്കറുകൾ ഈ തെക്കൻ ചാനൽ വഴി ഒമാൻ തീരം വഴി എത്തുന്നു, എണ്ണ നിറയ്ക്കുന്നു, തിരിച്ചു പോകുന്നു. ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന കപ്പലുകളും പോകുന്നു. അങ്ങനെ പ്രതിദിനം 15 മുതൽ 20 ടാങ്കറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും ഇതിനെ സഹായിക്കുന്നത് US മിലിറ്ററിയാണ്. തെക്കൻ പാത US നിയന്ത്രണത്തിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ഹോർമുസിന്റെ തെക്കൻ പാത US നിയന്ത്രണത്തിലാണ്. അത് അമേരിക്ക തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇറാന് ആകെ ചെയ്യാൻ കഴിയുന്നത് വെടിവെക്കുകയോ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇവരെ ശല്യപ്പെടുത്താൻ മാത്രമേ കഴിയൂ. മറ്റ് ഒന്നും തന്നെ അവിടെ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോർത്ത് കരോലിന ഫോർട്ട് ബാഗിലുള്ള ആർമി ആസ്ഥാനമാണ് ഇതിന്റെ ഒരു ടാസ്ക് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, ഈ കപ്പലുകൾ പോകുന്നതിനും വരുന്നതിനുമൊക്കെ. അതുകൊണ്ട് അനസൂതം തന്നെ ഇപ്പോൾ എണ്ണ വ്യാപാരം നടക്കുന്നത് ഒമാന്റെ തീരം വഴിയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഒമാൻ ഒരു താക്കീത് നൽകി. അതായത് ഇറാനും ഒമാനും ഒത്തുകളിക്കുകയാണെങ്കിൽ ഒമാനെ തന്നെ തകർത്ത് കളയുമെന്ന് ട്രംപ് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഏതായാലും ഇവിടെ ഈ ഹൂത്തികളൊക്കെ ചെയ്യുന്നത് പോലെ കടൽക്കൊള്ളയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം മാത്രമേ ഇറാന് നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.